ഇതിലൊരു ഏറ്റുമുട്ടലാണ് ഭയക്കുന്നതെങ്കിൽ നീതിപൂർവമായ ഒരു ഏറ്റുമുട്ടൽ, അതൊരിക്കലും ഒരു ജനത പിന്നെ കൂടെ നിൽക്കും. ഈ മന്ത്രിസഭയുടെ ഈ ഒരു UDFന്റെ കൂടെ നിൽക്കും. ഈ ഇടതുപക്ഷം കൂടെ നിൽക്കൂലേ? ഇടതുപക്ഷം എന്താ പറയുന്നത്? നടപ്പാക്കരുത് തന്നെ പറയുന്നത്. ഇപ്പോൾ പണ്ട് കാലത്ത് എന്തൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ, ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ സംബന്ധിച്ചോളം ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു പോരാട്ടത്തിന് തുടക്കം കൊടുക്കട്ടെ. വ്യത്യസ്തങ്ങളായ ഒരു വിവേചനം തീർച്ചയായിട്ടും കുട്ടികൾക്കിടയിൽ ഉണ്ട്. അതിനെ നമ്മൾ ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പിന്മാറാണ് വേണ്ടത്. അതേപോലെ തന്നെ ഇതിലൊരു സ്വകാര്യവൽക്കരണം ഉണ്ട്. ഈ PM ശ്രീന്റെ ഒരു പോളിസി പ്രകാരം അത് NGOസിനും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികൾക്ക് ഇതിൽ ഇടപെടാനാണ്. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭരണപക്ഷത്തുള്ള കക്ഷി പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ്. പക്ഷേ ഇപ്പോൾ PM ശ്രീ പദ്ധതി തൊട്ടു മുന്നുള്ള സർക്കാർ അതിൽ ഒപ്പുവെച്ചു എന്നതിൻ്റെ പേരിൽ അത് നടപ്പാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പത്തിൽ, അല്ലെങ്കിൽ അതിനോടൊരു കൃത്യമായ നിലപാട് പറയാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യമുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ സർക്കാർ ചെയ്തിട്ടുള്ളത് ഒരു 4 അംഗ മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിക്കുകയും അവരോട് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ പോലും നമുക്ക് അതിനെതിരാണ്, അത് ഏതു വിധേനയും നടപ്പാക്കാതിരിക്കാനാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ് എവിടെയും കാണാനും പറ്റുന്നില്ല. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു PM ശ്രീ എതിരെയുള്ള നിലപാടിൽ നിന്നുള്ളൊരു പിന്നാക്കം പോക്കായി നിലവിലെ സാഹചര്യത്തെ കാണേണ്ടി വരുമോ? നമ്മൾ ഇവിടെ ഈ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള വിഷയത്തിൽ ഈ കടുത്ത ആശങ്ക കേരളത്തിൽ നിലനിന്നൊരു സമയത്ത് നമ്മളന്ന് പറഞ്ഞൊരു നിലപാടുണ്ട്. എന്താ വെച്ചാൽ VD സതീഷിനൊരു അവസരം നൽകണം എന്നാണ്. അത് നമ്മൾ അന്ന് പറഞ്ഞൊരു കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലൊരു രാഷ്ട്രീയ വ്യക്തത നമുക്ക് പലപ്പോഴും കാണാൻ കഴിയാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയെയാണ് കേരളം ഇന്ന് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതേ വ്യക്തത എല്ലാ കാര്യങ്ങളും നമ്മളുണ്ടാകുമെന്നാണ് ഇന്ന്. അവിടെ എന്തോ ഒരു അവ്യക്തതയോ അല്ലെങ്കിൽ ഒരു സുതാര്യതയില്ലായ്മയോ നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഈ നിയമസഭ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ സംവാദങ്ങൾ എന്ന് പറയുന്നതൊക്കെ നുണ പറയാനുള്ളൊരു വേദിയാക്കി മാറ്റുന്നതിൽ കാര്യമില്ല. അല്ലെങ്കിൽ ആർക്കാണ് ഏറ്റവും നന്നായിട്ട് കളവ് പറഞ്ഞ ആളുകളെ കബളിപ്പിക്കാൻ പറ്റുക, ഓരാണ് വിജയിച്ചത് എന്ന രൂപത്തിൽ ചിന്തിക്കേണ്ടതില്ല. അപ്പോൾ തൻ്റെ സംസാരിക്കാനുള്ളൊരു കഴിവ് കൊണ്ട് തൽക്കാലം മറിച്ചിടാം എന്നാണ് ചിന്തിക്കുന്നത് വെച്ചാൽ അതൊന്നും കേരളത്തിൽ നടപ്പാവില്ല. മാത്രം ആധുനിക കാലത്ത് തീരെയും നടക്കില്ല. കാരണം അതിങ്ങനെ തെരുവുകളുടെയൊക്കെ ചെറിയ ചെറിയ ചിത്രങ്ങളായി ചെറിയ ക്ലിപ്സായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ യൂട്യൂബുകളിൽ അതുണ്ട് എപ്പോഴും. അപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ഒരൊറ്റ ചോദ്യം എന്താ വെച്ചാൽ ഇത് നടപ്പാക്കാമോ ഇല്ലയോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്, ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഈ ഒരു ചോദ്യമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒന്ന് പിന്നെ ചില നുണകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നുവെച്ചാൽ ഒന്നിപ്പോൾ ഇത് ഒപ്പിട്ടത് കൊണ്ടും ഒപ്പിടുക മാത്രമല്ല അതിൻ്റെ പേരിൽ പണം വാങ്ങിയിട്ടുണ്ട്, ഇനി നമുക്കത് പിൻവാങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. സത്യത്തിൽ എന്താണ്, PM ശ്രീയുടെ പേരിൽ പണം വാങ്ങിയിട്ടില്ല. മറിച്ച് എന്തുള്ളൂ, നേരത്തെ ഈ SSIയുടെ പേരിൽ കിട്ടേണ്ട പണത്തിൻ്റെ ഒരു ചെറിയ അംശം പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം കൊടുത്തു എന്നുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ മന്ത്രിസഭ ഒരുപാട് ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒടുവിലെടുത്ത നിലപാട് എന്തായിരുന്നു, ഇത് തൽക്കാലം നടപ്പാക്കുന്നതിന് സാവകാശം വേണം എന്ന് പറഞ്ഞൊരു കത്ത് കൊടുക്കുന്നു. എന്നിട്ടൊരു ഉപസമിതിയെ നിശ്ചയിക്കുന്നു. ആ ഉപസമിതി ചേർന്നെടുക്കുന്ന തീരുമാനത്തിനനുസൃതമായിട്ട് പോകാം ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അതൊരു ബോധപൂർവം എടുത്തൊരു തന്ത്രമൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. എന്നുവെച്ചാൽ അതിന് പൂർണ്ണമായൊരു ബെനിഫിറ്റ് എന്ന് ഇടതുപക്ഷ സർക്കാരിനും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ പിന്നെ ഇത് എന്ത് തരത്തിലുള്ളൊരിതാണ്, ഇതൊരു MOU ആണെന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ സമയത്ത് നമ്മളൊക്കെ എന്താണ് പരിശോധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനൊരു പിന്നെ മെമ്മോറാണ്ടം എന്ന് പറയുമ്പോൾ അതിനെത്രമാത്രം ബൈൻഡിങ് ആണെന്നുള്ളത്. ഇനിയിപ്പോൾ അതിൽ മാക്സിമം എന്താ ചെയ്യുക, ഈ എഗ്രിമെൻറ്റിൽ നിന്ന് പിൻവാങ്ങിയാൽ മന്ത്രിസഭ പിരിച്ചുവിടുമോ? ഇല്ലല്ലോ. ഓരെത്ര പറഞ്ഞിട്ടുള്ളൂ, ഈ ഫണ്ട് നൽകില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഫണ്ട് തരാൻ പറ്റില്ല എന്നുള്ളതാണ്. അവിടെ 2 ചോദ്യങ്ങൾ. ഒന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നമ്മുടെ സർവ്വശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് ഇത് ഈ NEP ഒക്കെ വരുന്നതിന് മുൻപുള്ളതാണ്, PM ശ്രീ വരുന്നതിന് മുൻപുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഇപ്പോൾ ഇവരിതിലേക്ക് ക്ലബ്ബ് ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ ഫണ്ട് നൽകാനും
ഈ NEP അല്ലെങ്കിൽ PMC എന്ത് ചെയ്യണം, അംഗീകരിക്കണം എന്നുള്ളതിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അത് തീർച്ചയായും കോടതികളിൽ ചോദ്യം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. കാരണം അതിൻ്റെ പർപ്പസ് തന്നെ വളരെ വെച്ചാൽ കുട്ടികൾക്കുള്ള ഉച്ചകഞ്ഞി അടക്കമുള്ള കാര്യങ്ങളാണത്. അതൊക്കെ എങ്ങനെ തടഞ്ഞു വയ്ക്കുക? അതൊരു വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ അടിസ്ഥാന അവകാശത്തിൽപ്പെട്ട കാര്യങ്ങൾ ഇത് ഒരു കണ്ടീഷണലായിട്ട് തടഞ്ഞു വയ്ക്കുന്നത് മാനുഷിക വിരുദ്ധമാണ്. RTIക്കും വിരുദ്ധമല്ലേ? കുട്ടികളുടെ റൈറ്റിന്. കുട്ടികൾ ഇതിൻ്റെ പേരിൽ ഒരു പെറ്റീഷനുമായിട്ട് കോടതിയിൽ പോവുകയാണെങ്കിൽ ഏത് സർക്കാരിനാണ് നിൽക്കാൻ പറ്റുക? അത് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല, ഞങ്ങൾ ലഭിക്കേണ്ട ഭക്ഷണം കിട്ടാത്ത ഈ ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ടാണ് എന്ന് വാദിക്കപ്പെടുകയാണെങ്കിൽ, അപ്പോൾ തീർച്ചയായിട്ടും എന്താ വെച്ചാൽ നിയമപരമായി നിലനിൽക്കില്ല എന്ന് ഞാൻ കരുതുന്ന വെച്ചാൽ ഒരു എന്താണ് വൈഡർ പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന ഒരു മറ്റേ സുപ്രീം കോടതിയോ ഒരു കോടതിയാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ മുൻപിൽ നിലനിൽക്കാൻ ഇടയില്ലാത്ത ഒന്നാണ് ഇപ്പോൾ വെക്കുന്ന ഈ കണ്ടീഷൻസും അല്ലെങ്കിൽ ഫണ്ട് തടഞ്ഞു വെക്കലും. അതുകൊണ്ട് തന്നെ അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ തമിഴ്നാട് എന്ത് ചെയ്തിട്ടുണ്ട്, കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒന്നുകിൽ അതിൽ കക്ഷി ചേരുകയോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് പെറ്റീഷൻ നൽകുകയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടെ തൽക്കാലം ഇപ്പം എന്ത് ചെയ്യും, ഈ ഫണ്ട് കിട്ടുമെന്ന് കരുതിയിട്ടാണെങ്കിൽ ആലോചിക്കും, ഇതൊരു ഔദാര്യമല്ലല്ലോ, ഇത് അവകാശത്തിൻ്റെ ഭാഗമാണല്ലോ. കാരണം നമ്മുടെ നികുതിയുടെ എല്ലാ രൂപവും മാറ്റി GST വരികയും അങ്ങനെ എല്ലാത്തിൻ്റെയും മുകളിൽ കേന്ദ്ര സർക്കാരിന് മൊണോപ്പൊളി വരികയും അതിൽ നിന്ന് ചില പ്രത്യേക അനുപാതത്തിലാണിപ്പോൾ എല്ലാം വിതരണം ചെയ്യുന്നത്. ഇനി എന്ത് അനുപാതമായിക്കോട്ടെ അതിൽപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസത്തിന് നൽകേണ്ട ഫണ്ട് എന്ന് പറയുന്നത്. അത് നൽകുക എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ഔദാര്യമാകാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, പറ്റില്ല. അവിടെ ഈ പറയുന്നത് ഒപ്പ് വെച്ചു എന്നതിൻ്റെ പേരിൽ നമ്മൾക്ക് പിൻവാങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ അർത്ഥം എനിക്ക് തോന്നുന്നില്ല. രണ്ടെന്താ വെച്ചാൽ ഒപ്പ് വെച്ചാലും പ്രശ്നമില്ല എന്ന് അടുത്തൊരു വാദം. കാരണം നമ്മൾ ഭയപ്പെടേണ്ട വിഷയം കരിക്കുലം. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത ഒരു ഇതിൽ ഇപ്പോഴും ഫണ്ട് കിട്ടിയിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ ഫണ്ടിൽ പകുതി കൊടുത്തു അല്ലെങ്കിൽ ഒരു വർഷത്തെ ഫണ്ട് കൊടുത്തു, എന്നിട്ട് പറയണം അടുത്ത് തരണമെങ്കിൽ എന്ത് ചെയ്യണം, കരിക്കുലത്തിൽ ചെറിയ മാറ്റങ്ങൾ വേണം എന്നാ പറയുന്നുള്ളെങ്കിലോ ആ ചെറിയ മാറ്റങ്ങൾ നടപ്പാക്കാതെ ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ഈ ഏതും ഒരു അപകടവും ഉണ്ടാകാൻ വഴിയില്ല എന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. ഇതിലൊരു ഏറ്റുമുട്ടലാണ് ഭയക്കുന്നതെങ്കിൽ നീതിപൂർവമായ ഒരു ഏറ്റുമുട്ടൽ അതൊരിക്കലും ഒരു ജനത കൂടെ നിൽക്കും. ഈ മന്ത്രിസഭയുടെ ഈ ഒരു UDFൻ്റെ കൂടെ നിൽക്കും. ഈ ഇടതുപക്ഷവും കൂടെ നിൽക്കൂലേ? ഇടതുപക്ഷം എന്താ പറയുന്നത്, നടപ്പാക്കരുത് തന്നെ പറയുന്നത്. ഇപ്പോൾ പണ്ട് കാലത്ത് എന്തൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ, ഞങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അത് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ സംബന്ധിച്ചോളം ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു പോരാട്ടത്തിന് തുടക്കം കൊടുക്കട്ടെ. രണ്ടുപേരും ചേർന്നിട്ട് എന്ത് ചെയ്യട്ടെ, സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ മറ്റു കോടതികളിലോ ഇത് മൂവിയിട്ട് ഒരു കോമൺ പെറ്റീഷൻ എന്ത് ചെയ്യട്ടെ, സർക്കാർ പ്രസിഡൻ്റ് അടുത്തേക്കൊക്കെ പോട്ടെ. അപ്പോൾ ഞാൻ മനസ്സിൽ ഇവിടെ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽപ്പെട്ട ചില സ്റ്റേറ്റുകൾ ഈ ത്രിഭാഷാ പദ്ധതി അതും ഇതിൻ്റെ ഭാഗമാണ്. ത്രിഭാഷാ പദ്ധതി എന്ത് ചെയ്യണം, നടപ്പാക്കണമെന്ന്. അത് ഞങ്ങളുടെ സ്റ്റേറ്റുകളിൽ നടപ്പാക്കുന്നതിൽ ഞങ്ങൾക്ക് റിലീഫ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. അതിനവർ പറഞ്ഞൊരു കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നാഗാലാൻഡ് അല്ല, അതാണ് ഏതൊരു സ്റ്റേറ്റ് ഉണ്ട്, അല്ലാണ് എനിക്ക് വ്യക്തമായിട്ടില്ല. ആ സ്റ്റേറ്റിൽ പറഞ്ഞാൽ അവിടെ മാത്രം 19 ഭാഷകളുണ്ട്. ഈ 19 ഭാഷകളും പ്രത്യേകം പ്രദേശങ്ങൾ സംസാരിക്കുന്നവരുണ്ട്. ഇതിലേത് ഭാഷയാണ് അവർ ഈ ത്രിഭാഷാ പദ്ധതിയിൽ എന്ത് ചെയ്യണം, 2 നേറ്റീവ് ഇതാവണമെന്നാണ്. അപ്പോൾ ഒന്നിപ്പോൾ ഹിന്ദി എടുത്താൽ തന്നെ മറ്റേതിനകത്ത് ഏതെടുക്കുക, ഇതിനകത്തെല്ലാം കൂടെ എക്സാം നടക്കുമോ, നടത്താൻ പറ്റുമോ? ഒരു സർക്കാരിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഈ യൂണിറ്റിയെ തന്നെ ഒരു വിദ്യാഭ്യാസത്തിനകത്തുള്ള യൂണിറ്റിയെ തന്നെ നഷ്ടപ്പെടുത്തുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിന് ഇളവ് തരണമെന്നാണ് ഞാൻ കരുതുന്ന. ഇളവ് കൊടുക്കേണ്ടി വരും, അതല്ലാതെ ഈ പറയുന്ന സർക്കാരിൻ്റെ മുമ്പിൽ നിലപാട് വേറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ഇളവ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അത് കൃത്യമായി സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇത്തരം നയങ്ങൾ നടപ്പാക്കുന്നതിന് ചില അടിസ്ഥാനപരമായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നായിരിക്കും. അതൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട വിഷയങ്ങളിൽപ്പെട്ടതാണ്. പിന്നെ ഒന്നിപ്പോൾ എന്ന് വെച്ചാൽ +2 ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്,
ഇത് നടപ്പാക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാലോ, അത് +2 പഠിപ്പിക്കുന്ന NCERT ഞാൻ പറഞ്ഞത് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ കേന്ദ്ര NCERT പോലും സ്റ്റണ്ടാക്കുന്ന രൂപത്തിലുള്ള, അവർക്ക് പോലും അത്ഭുതം തോന്നിക്കുന്ന രൂപത്തിലുള്ള മനോഹരമായിട്ടുള്ള പുസ്തകം എന്ത് ചെയ്യണം, NCERT കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അതിനുള്ള വിദ്യാഭ്യാസ വിദഗ്ധരും ഒക്കെ കേരളത്തിലുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു അടിമത്തുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? മാത്രമല്ല, ആലോചിച്ച് നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ മാറ്റങ്ങൾ അവർ കൊണ്ടുവരുന്നത് എന്തിലാണ്? ചില പ്രത്യേക മേഖലകളിലൊക്കെയാണ്, അല്ലെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഇപ്പോൾ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സയൻസ് മാറേണ്ടതില്ലല്ലോ. മാത്സ് മൊത്തം മാറേണ്ടതുണ്ടോ? ഇംഗ്ലീഷ് മാറേണ്ടതുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു സിലബസ്, ഒരു കരിക്കുലവും ഒരു സിലബസും ഒക്കെ രൂപപ്പെടുത്താൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല, ഒരു പക്ഷേ നല്ല രീതിയിൽ ഇതിനെ ഈ പുസ്തകത്തേക്കാൾ നല്ല രീതിയിലുള്ള ഫോർമാറ്റിൽ അതിൻ്റെ മറ്റേ ക്വാളിറ്റിയിലൊക്കെ ഉള്ള പുസ്തകങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പക്ഷേ അത് മറ്റു പല സ്റ്റേറ്റുകൾ പോലും അതിനെ സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഈ മൂവ്മെൻറ്റ്സ് നടത്തുന്നതിന് പകരം ഒരു കീഴടങ്ങലിലേക്ക് പോകുന്നു എന്നതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തതിനകത്ത് ഞാൻ വെച്ചാൽ ഈ NEP നടപ്പാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണല്ലോ. ഈ പൊളിറ്റിക്കൽ അജണ്ട എന്താണ് നമുക്കറിയാം. അപ്പോൾ അത് അതിലിപ്പോൾ ആ പ്രൊജക്റ്റ് വെച്ചാൽ സിലബസ് പരിഷ്കരണം നടക്കണം. സിലബസ് പരിഷ്കരണത്തിൻ്റെ ഒരു കാതലെന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഈ ദേശീയതയെ, സംസ്കാരത്തെ റീഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏകീകരണം അത് ഈ പറയുന്ന സോക്കോൾഡ് ദേശീയതയല്ല, മറിച്ച് നാനാത്വത്തെ അംഗീകരിച്ചതിലൂടെയുള്ള ഒരു ഏകീകരണമാണ്. അപ്പോൾ 500 ഈ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്ന, ഭാഷകളുണ്ടായിരുന്ന, മറ്റ് വിവിധ ഗോത്ര സമൂഹങ്ങളടക്കമുള്ള ഒരു രാജ്യത്തെ ഏകീകരിപ്പിച്ചത് ഇതിനെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ദേശീയ സമവാക്യം ഉണ്ടായതുകൊണ്ടാണ്. ഇന്ന് ഇതിനകത്തൂടെ BJP കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എന്താണ്? ഈ നാനാത്വമില്ലാത്ത ഒരു ഏകശിലാരൂപമുള്ള ഒരു ദേശീയത കൊണ്ടുവരാൻ ശ്രമമാണ്. ഇതിൻ്റെ ഒന്നാമത്തെ അപകടം ഇത് രാജ്യത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് രാജ്യത്തെ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അപ്പോൾ സ്വാഭാവികമായും തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ ആദ്യമൊക്കെ നമുക്ക് എന്താണ് ഇതിങ്ങനെ നടപ്പാക്കി വരുമ്പോൾ പ്രശ്നമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഈ അനുരണനങ്ങൾ സമൂഹത്തിലേക്ക് വരുന്നതോടെ ഇത് വ്യാപകമായ തോതിൽ ഉള്ള ചർച്ചയ്ക്ക് വിധേയമാകാം, അല്ലെങ്കിൽ സംഘർഷങ്ങൾക്കൊക്കെ കാരണമാകാം. കാരണം പ്രാദേശികമായിട്ടുള്ള പലതിനെയും അത് ഇല്ലാതെ ആക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഇൻഡിജീനിയസ് എന്നതിന് അവർ കൊടുക്കുന്ന വ്യാഖ്യാനം എന്താണ്? അത് ബ്രാഹ്മണിക്കലായിട്ട് ഇവിടെയുള്ള കൾട്ടുകളെ മുഴുവനും പിന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവരലാണ്. അതല്ലാതെ ഈ ഗോത്രങ്ങളുടെയും മറ്റേ വിവിധ വിഭാഗങ്ങളുടെയൊക്കെ ആ വ്യതിരിക്തതയെ അംഗീകരിക്കലായിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൺ നേഷൻ വൺ മറ്റേ സ്റ്റുഡൻറ്റ് എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ, ആ ഒരു വണ്ണിലേക്ക് ഇതിനെ ചുരുക്കാനുള്ള ശ്രമമാണ് വിദ്യാഭ്യാസത്തിനകത്തൂടെ വിപ്ലവം എന്ന രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഫെഡറലിസത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ നമുക്കറിയാം, ഇത് ഈ നേരത്തെ വിദ്യാഭ്യാസം എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേറ്റ് അഫെയർ ആയിരുന്നു. അതിനെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ആണ്. ഇപ്പോൾ ഏതാണ്ടത് എന്തായി, സെൻറ്ററിൻ്റെ ഒരു ഇതിൽ സെൻട്രലൈസ്ഡ് സാധനമായിട്ട് മാറുകയോ അല്ലെങ്കിൽ മാറ്റപ്പെടുകയോ ചെയ്യുകയാണ്. അപ്പോൾ ഈ അടിച്ചേൽപ്പിക്കപ്പെടുന്നതിൻ്റെ പിറകിലുള്ള തത്വം എന്താണ്? അവരുദ്ദേശിക്കുന്ന ഒരു ചിന്താമണ്ഡലം, അവരുദ്ദേശിക്കുന്ന ഒരു സാമൂഹ്യ പരിസരം സൃഷ്ടിച്ചെടുക്കലാണ്. അപ്പോൾ നമ്മുടെ മുൻപിൽ ഇപ്പോൾ നമുക്ക് ഈ നമ്മുടെ മന്ത്രിസഭയോട് ചോദിക്കാനുള്ള, അല്ലെങ്കിൽ പുതിയ UDFൻ്റെ നേതാക്കളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഒരു നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ UDF എന്ന് പറയുന്ന ഈ ഒരു പുതുയുഗം സൃഷ്ടിക്കാൻ. ആ പുതുയുഗം സൃഷ്ടിക്കാൻ ഈ ഫണ്ട് വാങ്ങി അവർ പറയുന്ന പ്രയോറിറ്റികളുള്ള നയങ്ങൾ നടപ്പാക്കിക്കൊണ്ട് കഴിയുമോ എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ടൊരു ചോദ്യമെന്ന് പറയുന്നത്, ഈ കേരളീയ ഫണ്ട് വാങ്ങിക്കുന്നതിലൂടെ ഈ കേരളീയ സമൂഹത്തിനെ വർഗീയവൽക്കരിക്കാൻ നമ്മൾ നിന്നു കൊടുക്കണമോ, അതോ ഈ ഫണ്ട് നമ്മൾ തിരസ്കരിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നവകേരളത്തിൻ്റെ സൃഷ്ടിക്ക് നമ്മൾ ശ്രമിക്കണമോ എന്നുള്ളതാണ്. തീർച്ചയായും പല കാലങ്ങളിലും പല കുടുംബങ്ങളും പല സമൂഹങ്ങളൊക്കെ കുറച്ച് അരയൊക്കെ മുറുക്കിയിട്ട് ജീവിച്ചിട്ടുണ്ട്.
ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണത്. ഈ ഫണ്ടുകൾ നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. അതിൻ്റെ പരിമിതികൾ, പരിക്കുകൾ നമ്മളെ സംബന്ധിച്ചോളം ഉണ്ടാകും. പക്ഷേ അതിനെ നമ്മൾ ചെറുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മുടെ ഈ ഒരു കേരളീയ സമൂഹത്തിന് നിലനിൽക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയെ കൂടെ ഇല്ലാതെയാക്കും എന്നുള്ളൊരു ബോധ്യത. അപ്പോൾ ഞാൻ മനസ്സിലായി ഇവിടെ ഒരു കാര്യം കണ്ടെന്ന് വെച്ചാൽ ഈ മന്ത്രിസഭയിൽ തന്നെ ഇത് പല വഴിക്ക് പോകുന്ന അവസ്ഥയാണ്. ഒരു മാസമായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ നമുക്കറിയാം CPI ഇതിന് ശക്തമായിട്ടന്ന് എതിർത്തിട്ടുണ്ട്. അവർ രണ്ടാം കക്ഷിയായിരുന്നു, മന്ത്രിസഭയിൽ രണ്ടാം കക്ഷിയായിരുന്നു. പക്ഷേ അതിനെ വളരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതിൻ്റെ അനന്തരഫലം അല്ലെങ്കിൽ സമാനമായ എടുത്ത നിലപാടുകളുടെ അനന്തരഫലം രണ്ടാം പിണറായി സർക്കാർ കൃത്യമായിട്ട് അനുഭവിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ലീഗാണ് ഇതിന് ഏറ്റവും കൂടുതലിപ്പം, അല്ലെങ്കിൽ ഒരു വിഭാഗമാണ് ഏറ്റവും കൂടുതൽ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമമെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് വളരെ ആസൂത്രണത്തോടെ, പരസ്പര ധാരണയോടെ കൃത്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട വിഷയമാണ്. അതിലൊരിക്കലും തന്നെ ഒരു തെറ്റായ, ഒരു കേവലം ഫണ്ടിൻ്റെ മാത്രം കാരണം പറഞ്ഞുകൊണ്ട് ഇതുവരെ നമ്മൾ ഛർദ്ദിച്ചൊക്കെ അകത്തേക്ക് എടുക്കുന്നൊരു സമീപനം എന്തായാലും ഉണ്ടാകരുതെന്ന് തന്നെയാണ്. അതെ അതെ. PM ശ്രീ വിഷയത്തിൽ എന്താണ് അടയാളെ? ഇതിലിപ്പോൾ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പുള്ള ഇവരുടെ ഭയങ്കര ആർജവത്തോടുള്ള സംസാരം PM ശ്രീക്കെതിരെ, അതായത് UDFൻ്റെ ഒരു സമീപനവും അവരുടെ ശൈലിയും അവരുടെ പ്രഭാഷണവും ഒക്കെ ഇപ്പോൾ അറബിക്കടൽ വളരെ ഇതാണല്ലോ. അപ്പോൾ ഏതായിരുന്നാലും അത്രയും സജീവമായി ചർച്ച ചെയ്തു. മാത്രമല്ല അതിൻ്റെ തൊട്ട് മുമ്പ് പിന്നെ ഇന്ത്യയിൽ തന്നെ 3 സംസ്ഥാനങ്ങൾ PM ശ്രീയെ അംഗീകരിച്ചില്ല. അപ്പോൾ ഒന്ന് കേരളം, അതുപോലെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ. ഈ സമയങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായ വ്യാപകമായ ചർച്ചയും പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ വളരെ ക്ലാരിറ്റിയുള്ളൊരു വിഷയം ഈ സമയത്ത് ഇവർ മന്ത്രിസഭയിൽ എത്തിയപ്പോൾ എങ്ങനെയാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ആശങ്കയുണ്ട്, അതുപോലെ ഒരു സംശയത്തിനുണ്ട്. തീർച്ചയായിട്ടും ഇത് PM ശ്രീൻ്റെ അപകടങ്ങളെക്കുറിച്ച് പലപ്പോഴും പല സന്ദർഭങ്ങളിലും സംസാരിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തതാണ്. ഏതായിരുന്നാലും നമുക്ക് ഈ ഭരണാധികാരികളോട് ചോദിക്കാനുള്ള സംഗതി, ഇപ്പോൾ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാവ്യവൽക്കരണവും രാഷ്ട്രീയവൽക്കരണവുമാണ് ശരിക്കും PM ശ്രീൻ്റെ ഒരു ലക്ഷ്യമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതേപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ ഒരു സ്വയം ഭരണാവകാശമുണ്ട്. ഇപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ് വിദ്യാഭ്യാസം. അത് ഇപ്പം നേരത്തെ +2ൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാഷ് പറഞ്ഞു. അതിൽ SCRTൻ്റെയും NCRTൻ്റെ ഉണ്ട്. SCRTൻ്റെ ഇപ്പോൾ ഭാഷാ പുസ്തകങ്ങളൊക്കെ SCRT ആണ്. ഇപ്പോൾ പുതിയ ഈ വർഷം മുതൽ പരിഷ്കരിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ. അപ്പോൾ ഇത് രണ്ടും പഠിപ്പിക്കുന്നുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ അവകാശമാണ്. ഈ അവകാശത്തെ എടുത്തെറിയുന്നതാണ് PM ശ്രീ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിനോട് ശരിക്കും നമ്മളെ ഗവൺമെൻറ് വിയോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നുണ്ടതിനെക്കുറിച്ച് വ്യക്തമായി മതി. അതേപോലെ തന്നെ മറ്റൊന്നാണ് വിദ്യാഭ്യാസ മേഖലയുള്ള ഒരു വിവേചനം നടക്കും. കാരണം ചില കുട്ടികൾക്ക് ഇന്ന സൗകര്യത്തോടു കൂടി അവർ പഠിക്കുന്നു, വേറെ ചില കുട്ടികൾക്ക് ആ സൗകര്യം ലഭിക്കാതെ വരുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരു വിവേചനം തീർച്ചയായിട്ടും കുട്ടികൾക്കിടയിലുണ്ട്. അതിനെ നമ്മൾ ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പിന്മാറാണ് വേണ്ടത്. അതേപോലെ തന്നെ ഇതിലൊരു സ്വകാര്യവൽക്കരണമുണ്ട്. ഇതിൽ ഈ PM ശ്രീൻ്റെ ഒരു പോളിസി പ്രകാരം അത് NGOസിനും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികൾക്ക് ഇതിൽ ഇടപെടാമെന്നാണ്. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ ആ സ്വകാര്യ വ്യക്തികളുടെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും അനുസരിച്ച് NGOസിൻ്റെ ആശയങ്ങൾക്കനുസരിച്ച് കൊണ്ട് ഈ സ്കൂളിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം യഥാർത്ഥത്തിൽ നമ്മൾ ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാവുന്നൊരു കാര്യമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഊഹിക്കാവുന്നേ ഉള്ളൂ. അതെ. അതേപോലെ തന്നെ ഈ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക സമ്മർദ്ദത്തിന് വിധേയമാകാണ് നമ്മുടെ സ്റ്റേറ്റ്. അപ്പോൾ അതിന് നമ്മൾ നിന്ന് കൊടുക്കണോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ, ഭാഷാപരമായിട്ടുള്ള അടിച്ചേൽപ്പിക്കലും ഇതിലുണ്ട്. PM ശ്രീയിൽ തീർച്ചയായും ത്രിഭാഷ പറഞ്ഞല്ലോ. അതിൽ പ്രധാനമായിട്ട് ഹിന്ദി. ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് അധികവും ഇതിനെ എതിർക്കാൻ ഒരു കാരണം അവരുടെ ഭാഷയെ നിരാകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് 100% നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയ ബ്രാൻഡിങ് ഇത് വരും, ഉറപ്പാണ്. ഈ ഒരു സ്കൂൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് BJPൻ്റെയാണ്, RSSൻ്റെ ആണെന്നൊക്കെ പറഞ്ഞുള്ള ഒരു ബ്രാൻഡ് ചെയ്യപ്പെടും. എന്നിട്ട് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടും. ആ രൂപത്തിൽ ഒരു വിഭാഗീയതയും ഒരു വിഭജനവും നാട്ടിൽ നടക്കും. ഇത്ര മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ സംവിധാനത്തെ നമുക്ക് വലിച്ചെറിയാൻ എന്താണ് ഒരു മടി എന്ന് നമുക്ക് ഗവൺമെൻറ്റിനോട് ചോദിക്കാവുന്നതാണ്.